ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാൻഡ്രാൻ എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കാ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടർബോ ഗ്രാനി താമസിക്കുന്ന ആ ടണലിനടുത്തോട്ട് വരുന്ന അയാസേനെയും ഓക്കറോണിനെയാണ്. ഹേയ് ഓക്കറോൺ, നീ ആദ്യം പോ. ഇല്ല, എപ്പോഴും ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയാറ്, അതുകൊണ്ട് നീ തന്നെ പോയാ മതി. ഓ ശരി, വാ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ അയാസ് അവനെയും കൊണ്ട് അതിനകത്തോട്ട് കയറുന്നു. ഡേയ്, ഒരു പക്ഷേ ആ ടർബോ ഗ്രാനി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരായിട്ട് ചെയ്തോളും. ആ കിളവിയെ ലൊക്കേഷൻ ബോൺ സ്പിരിറ്റിന്റെ അടുത്ത് നിന്നും പിരിക്കാൻ വേണ്ടി സോനോ സിറ്റിയിൽ നിന്നും നമ്മൾ അവളെ പുറത്തോട്ട് കൊണ്ടുപോകണം. എന്നാ മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ. ഓ, നമ്മൾ ഏലിയൻസിനെ വരെ അടിച്ചോടിപ്പിച്ചവരാ. ആ കിളവിയൊന്നും വലിയ മാറ്റർ അല്ല എന്ന് പറഞ്ഞ് ടോർച്ചടിച്ച് നോക്കുന്ന സമയത്താണ് ഒരു വലിയ തല അവർക്ക് മുമ്പിൽ കിടക്കുന്നത്. ഓ, അറ്റാക്ക് ഓൺ ടൈറ്റൻ ഓർമ്മ വരുന്നു. മിസ് അയാസേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡേയ്, നീയല്ലേ പറഞ്ഞ് സോണോ സിറ്റിയിൽ നിന്ന് ഇതിനെ പുറത്തു കടത്തണോന്ന്. വാ, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ആ സൈഡും ബ്ലോക്കാണ്. ഒന്നിനെ തന്നെ എങ്ങനെ നേരിടാന്നറിയില്ല. അപ്പോഴാ മറ്റൊന്ന്. ഇതിന്റെ കഥ ഞാനിപ്പോ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് 4 ബേസ്ബോൾ ബാറ്റ് എടുത്ത് അതിന്റെ കണ്ണിലോട്ട് എറിയാണ് അയാസേ. കണ്ണുണ്ടാവേണ്ട സ്ഥലത്ത് എവിടുന്നാ വാ വന്നേ? മിസ് അയാസേ, എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തു. ഇത് ഞാൻ നോക്കിക്കോളാം. പെട്ടെന്നാണ് അവന്റെ ഉള്ളിലെ കേഴ്സിന്റെ പവർ പുറത്തോട്ട് വരുന്നത്. ഡേയ്, നിന്നെ കൊണ്ട് പറ്റും, പോയി അതിനൊരു പാഠം പഠിപ്പിക്ക്. ഇനി ഇവളെ തൊടാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവന്റെ രൂപം പഴയതുപോലെ ആവുന്നത്. മിസ് അയാസേ, എന്താ ഇവിടെ നടക്കുന്നേ? ഇല്ല, എന്നെ കൊണ്ട് ഇപ്പോ അത് കാണാൻ സാധിക്കുന്നില്ല. അവന്റെ ഉള്ളിൽ ആ കേഴ്സിന്റെ ശക്തി പോയോ? അവന്റെ ബനാന ഞാൻ അവന് തന്നെ തിരിച്ചു കൊടുത്തു. അവന്റെ ആ ശാപവും ഇപ്പോ ഇല്ലാതായി. എന്റെ കേഴ്സ് കാരണം ഇവന് രൂപം മാറാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി നിന്നെ കൊണ്ട് രൂപം മാറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ടർബോ ഗ്രാനി അവരെ കഴിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി അവൾക്കൊരു സംശയവും തോന്നരുത്. അവളെ ആ സ്ഥലത്തു നിന്നും ഒന്ന് ഓടിച്ചാൽ മാത്രം മതി. ഹേ കിളവി, നമുക്കൊരു മത്സരം നടത്തിയാലോ? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കുക. നീ ഇതിൽ വിജയിച്ച നീ ശരിക്കും ഒരു ടർബോ ഗ്രാനിയാണെന്ന് ഞാൻ അങ്ങ് സമ്മതിക്കും. പറ്റുമെങ്കിൽ എന്നെക്കാൾ വേഗത്തിൽ ഓടിക്കാണിക്ക. ഇത് കേട്ട് ടർബോ ഗ്രാനി തന്റെ യഥാർത്ഥ രൂപത്തിലോട്ട് വരുന്നു. എന്നോട് വെല്ലുവിളിക്കാൻ മാത്രമായോ മോളെ നീ? റൂൾസ് വളരെയധികം സിമ്പിൾ ആണ്. നീ എന്നെ പിടിച്ചു കഴിഞ്ഞാ ഞാൻ തോറ്റു. മത്സരത്തിന് നീ തയ്യാറാണെങ്കിൽ 10 വരെ എണ്ണണം. അപ്പൊ ഞങ്ങൾ ഓടാൻ ആരംഭിക്കും. ഈ റൂൾസ് എങ്ങാനും നീ തെറ്റിച്ചാൽ നിന്റെ മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ടർബോ ഗ്രാനി പറയുന്ന സമയത്ത് ഇവർ 2 പേരും ഓടാൻ ആരംഭിക്കുന്നു. 1 2 3 4 5 8 6 10. സോ 10 വരെ എന്നെ ടർബോ ഗ്രാനി ആ ടണലിന്റെ ഉള്ളിൽ നിന്ന് ഇവർ പുറത്തു കടക്കുന്നതിന് മുൻപേ തന്നെ ഇവരെ പിടിക്കുന്നു. മിസ് അയാസേ, എന്തു പറ്റി? അവള് പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞടാ. ഇനി നിനക്കുള്ള 10 മിനിറ്റ് ഞാൻ എണ്ണാൻ പോവാ. 40 1 2 56 57 58. ഈ കിളവിക്ക് കണക്കറിയില്ലെന്നാ തോന്നുന്നേ. ഇനി നമ്മൾ എന്ത് ചെയ്യും അയാസേ? റൂൾസിൽ എങ്ങനെ എണ്ണണമെന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതൊരു വിഷയമല്ല. പെട്ടെന്നാണ് ഓക്കറോൺ ടർബോ ഗ്രാനിയെ കയറി കടിക്കുന്നത്. ഡേയ് വിടടാ, എന്നെ വിട്. നീ അയാസയെ വിട്ടാലേ ഞാൻ നിന്നെ വിടൂ. ഓ, നീ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രമാണോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതെങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ടർബോ ഗ്രാനി അവന്റെ ഉള്ളിലോട്ട് കയറുന്നു. സോ സാത്ത അവന് കൊടുത്തിരുന്ന ആ വസ്ത്രം അവൾ അങ്ങ് കീറിക്കളയുന്നു. വേറെ ഏതോ മന്ത്രവാദിനിയാണ് നിന്നെ സഹായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ആ പെണ്ണിനെ കൊന്നു കഴിച്ചു കഴിഞ്ഞാ എല്ലാം ശരിയാവും. പെട്ടെന്നാണ് ടർബോ ഗ്രാനിക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നുന്നത്. എന്താ ഇത്? ആരോ എന്നെ കൈ പിടിച്ച് ഞെക്കുന്നത് പോലെ തോന്നുന്നു. സോ അയാസയ്ക്ക് ഇപ്പൊ അവരെ കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും അവരെ കൺട്രോൾ ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കും. ഓക്രോന്റെ ഉള്ളിലുള്ള ഓരവൾ പിടിച്ചു വെക്കുന്നു. ഹേയ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ടർബോ ഗ്രാനി അവൾക്ക് നേരെ ചാടുന്നു. മിസ് അയാസേ, എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. സോ ടർബോ ഗ്രാനിയുടെ ഓറ മാത്രം അവൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഓക്കറുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് അവൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. മര്യാദയ്ക്ക് അവളെ വിട്ടേക്ക് എന്ന് പറഞ്ഞൊരു വലിയ മോൺസ്റ്റർ അങ്ങോട്ട് വരുന്നു. സോ അതാണ് ലൊക്കേഷൻ ബോൺ സ്പിരിറ്റ്.
എടാ കുട്ടാ, എവിടുന്നൊക്കെയാടാ ആടി വരുന്ന, ഓടിക്കടാ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും കണ്ട വഴി ഓടുന്നു. നെണ്ടിനെ പോലെയുള്ള ആ വലിയ സ്പിരിറ്റ് അവർക്ക് ചുറ്റുമുള്ള സ്ഥലമെല്ലാം ഇടിച്ചു പൊളിച്ച് അവരുടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ ബോൺ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഞണ്ടാണല്ലോ. എന്റെ മുത്തശ്ശി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ആരുടെ കണ്ണിലും പെടാതിരിക്കാൻ വേണ്ടി അത് രൂപം മാറുന്നതാ. ഹേ ഓക്കറൂൺ, പെട്ടെന്ന് രൂപം മാറ്, നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അയാസ പറഞ്ഞതും ഓക്കറൂൺ തന്റെ രൂപം മാറ്റുന്നു. ആ ഞണ്ടിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അയാസയെയും പുറകിലേറ്റിക്കൊണ്ടാണ് അവൻ ഓടുന്നത്. ഹേയ്, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, നീ പുറകിലുള്ളത് കൊണ്ട് എനിക്ക് വളയാൻ സാധിക്കുന്നില്ല. എന്ത് എന്നവൾ ചോദിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ നിന്ന് താഴോട്ട് വീഴുന്നു. എന്റെ മുഴുവൻ ശക്തിയും പുറത്തു കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ അവന്റെ കാലുകൾ ഒരു ഹെലികോപ്റ്റർ പോലെ ആക്കി മാറ്റുന്നു. ഹേ ഒക്കറൂൺ, ഇനി നമുക്ക് ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, നമ്മളിപ്പോ ഒരുപാട് ദൂരെയാ എന്ന് പറഞ്ഞു തീർന്നതും ആ വലിയ ഞണ്ട് അവരുടെ മുകളിലോട്ട് ചാടുന്നു. ഹേയ്, അതിന്റെ പുറകിൽ ഒരുപാട് മുഖങ്ങളുണ്ട്, നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് ഓക്കറൂൺ അവളെ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവരെ ശ്രദ്ധിക്കുന്നത്. എന്താ ഇത്? അങ്ങനെയാണെങ്കിൽ ഈ പുറകിൽ ഓടി വരുന്ന സാധനത്തിന് ഇവർക്ക് കാണാനില്ലേ എന്ന് പറഞ്ഞ ആ സാധനയെ തന്നെ നോക്കുന്നു. സോ അവളെയും ചുമന്ന് ഓടുന്നത് കൊണ്ട് ഓക്കറൂന്റെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ പോയാ ഇനിയുള്ള പവർ വെച്ച് ഈ സിറ്റി വിട്ട് പുറത്തു പോകാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. നിന്നെ കൊണ്ട് പറ്റും ഓക്കറൂൺ, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു ബിൽഡിങ്ങിലോട്ട് കയറുന്നു. ഇങ്ങനെ ഒരു ഇടുങ്ങിയ സ്പേസിൽ അതിനെ കൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് അയാസ പറഞ്ഞു തീർന്നതും ആ ഞണ്ട് അവരുടെ അടുത്തോട്ട് വരുന്നു. പെട്ടെന്നാണ് അവർ രണ്ടുപേരും അവിടെയുള്ള ഹോട്ട് വാട്ടറിലോട്ട് വീഴുന്നത്. മിസ് അയാസി, പണി പാളിയെന്നാ തോന്നുന്നേ. ഞണ്ടുകൾക്ക് വെള്ളത്തിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? അത് ശരിയാ, പക്ഷെ എന്റെ പ്ലാൻ വേറെയാ എന്ന് പറഞ്ഞ അയാസെ അവിടെയുള്ള പൈപ്പ് അങ്ങ് പൊട്ടിക്കുന്നു. ഇത്രയും ചൂടുള്ള വെള്ളം ഞണ്ടിന് പുറത്ത് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെന്തു പോകും. പിന്നെ അതിനെ കൊണ്ട് ഒന്നനങ്ങാൻ പോലും സാധിക്കില്ല. സോ അവൾ പറഞ്ഞതുപോലെ തന്നെ ആ ഞണ്ട് അവിടെ കടന്ന് വേവുന്നു. ശരി, വാ നമുക്ക് പോകാം. അല്ല, ഇവിടെയൊന്നും ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അയാസ പറയുന്ന സമയത്താണ് അവരുടെ മുമ്പിൽ നിന്നും ഒരു ലോഡ് ആളുകൾ ഓടി വരുന്നത്. നോക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ ഗോസ്റ്റുകളായിരുന്നു. അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഈ സോഡോ സിറ്റിയുടെ എൻഡിങ്ങിൽ ഒരു വലിയ ശ്മശാനമുണ്ട്. അവിടെയുള്ള എല്ലാ ഗോസ്റ്റും എന്നെ സഹായിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ ഈ സിറ്റി മുഴുവനും എന്റെ കൺട്രോളിലാ. പെട്ടെന്നാണ് ഓടിക്കൊണ്ടിരുന്ന അയാസെ താഴോട്ട് വീഴുന്നത്. ഇതേ സമയമാണ് അവർ ആ കാഴ്ച കാണുന്നത്. അവരില്ലാതാക്കിയെന്ന് വിചാരിച്ച ആ വലിയ ഞണ്ടു അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹേ ഓക്കറൂൺ, ഇപ്പൊ നമുക്ക് വേറെ വഴിയില്ല, നിന്റെ പവേഴ്സ് യൂസ് ചെയ്തേ പറ്റൂ. എന്ത് ഇപ്പോഴോ? എല്ലാം ഇപ്പൊ തന്നെ തീർത്തു കഴിഞ്ഞാ അടുത്ത സിറ്റിയിലോട്ട് പോയി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നീ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ മരിക്കും. സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൻ അവന്റെ രൂപം മാറ്റുന്നു. നിന്റെ കാര്യം തീർന്നു. ഇനി ഈ പയ്യൻ അവന്റെ ശക്തി ഉപയോഗിച്ചാ പിന്നീട് അവൻ അനങ്ങാൻ പോലും സാധിക്കില്ല എന്ന് ടർബോ ഗ്രാനി അവരോട് പറയുന്നു. എന്നെ വിശ്വസിക്കൂ ഓക്കറൂൺ. സോ അയാസയെ വിശ്വസിച്ച് ഓക്കറൂൺ ആ ഗോസ്റ്റുകൾക്കിടയിലൂടെ അവളെ കൊണ്ട് ഓടുന്നു. വളരെ വേഗത്തിൽ ഓടുന്ന അവരെ പിടിക്കാൻ ഗോസ്റ്റുകളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് അയാസെ തന്റെ സൈക്കിക് പവർ യൂസ് ചെയ്ത് സ്പൈഡർമാനെ പോലെ ഓരോ ബിൽഡിങ്ങിലൂടെ ചാടി ഇറങ്ങി പോകുന്നത്. അവരുടെ മുമ്പിലോട്ട് വന്ന ഞണ്ടിന്റെ മുകളിലൂടെ ചവിട്ടി കയറി വളരെ വേഗത്തിൽ മുകളിലോട്ട് അവരങ്ങ് ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ടവറിന് മുകളിൽ പിടിച്ച് വീണ്ടും അവർ മുകളിലോട്ട് അങ്ങ് ചാടുന്നു. അപ്പോഴാണ് അയാസ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഓക്കറൂണത പഴയതുപോലെ ആയിരിക്കുന്നു. ഡേയ്, ആരോട് ചോദിച്ചിട്ടാടാ നീ രൂപം മാറിയേ എന്ന് പറഞ്ഞ അയാസ ഒരു പാരച്യൂട്ട് പോലെ അവളുടെ കൈകൾ മാറ്റുന്നു. ശ്രദ്ധിച്ച് ലാൻഡ് ചെയ്യടാ ഓക്കറൂൺ. വീണ്ടും രൂപം മാറിയ ഓക്കറൂൺ ആ റോട്ടിൽ സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യുന്നു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഇപ്പോ തന്നെ ഞാൻ എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു. ഹേ ഓക്കറൂൺ, എഴുന്നേക്ക്, ഇനി കുറച്ചു ദൂരം കൂടെ ഉള്ളൂ. ഇല്ല, ആ ടർബോ ഗ്രാനി എവിടെ? ഞാൻ അവളെ വിട്ടുകളഞ്ഞു. പെട്ടെന്നാണ് അങ്ങോട്ട് വന്ന ടർബോ ഗ്രാനി അവരെ രണ്ടുപേരെ അടിച്ച് താഴെ ഇടുന്നത്. രണ്ടുപേരും ചേർന്ന് ചീറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. മര്യാദ എന്താണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഹേയ്, നീ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളെ പോലെയുള്ള കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നീ നിന്റെ ശക്തി കാണിക്കുകയാണോ? നിനക്ക് നാണാവുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കടി. നിങ്ങൾ രണ്ടുപേരും എന്നെ പെട്ടെന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞ് ആ വലിയ ഞണ്ടിന്റെ ശരീരത്തിലോട്ട് കയറുവാണ് ടർബോ ഗ്രാനി. ഇവിടെ നിന്നും ഓടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നു കളയും. ഈ സോനോ സിറ്റിയിൽ നിന്നും പുറത്തു പോകാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? 10 മിനിറ്റോ അതോ 20 മിനിറ്റോ? ഇല്ല, എനിക്ക് ഒരേ ഒരു സെക്കൻഡ് മാത്രം മതി. എന്ത്? ഒരു സെക്കൻഡ് അവസാനിച്ചു. ഇനി എന്റെ കളി കാണ്. സോ തന്റെ സൈക്കിക് പവർ യൂസ് ചെയ്ത് അതുവഴി പോകുന്ന ഒരു ട്രെയിനിൽ കയറി പിടിക്കുവാണ് അയാസെ. ഹേയ്, മര്യാദയ്ക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് ടർബോ ഗ്രാനി അതിന് പിന്നാലെ ഓടുന്നു. ഇവിടെ എല്ലാവരും ടർബോ ഗ്രാനി എന്നാണ് വിളിക്കുന്നത്.
ഡപ്പാസാക്കിലൻ 120 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. എത്രയൊക്കെ ശ്രമിച്ചാലും അവളെ കൊണ്ട് നമ്മളെ പിടിക്കാൻ സാധിക്കില്ല. എന്തു പറ്റി? വയസ്സായി പോയോ കള്ളക്കിളവി? പെട്ടെന്നാണ് ടർബോ ഗ്രാനി ആ ട്രെയിനിന് മുകളിലോട്ട് എടുത്ത് അങ്ങ് ചാടുന്നത്. ഈ ട്രെയിനിനെ കൊണ്ടൊന്നും എന്റെ നേരെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ടേണിങ്സ് വരുന്ന സമയത്ത് ഇത് സ്ലോ ചെയ്തേ പറ്റൂ. എന്നെ കൊണ്ട് 100 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ സാധിക്കും. എന്റെ മുത്തശ്ശി എന്നോട് എപ്പോഴും പറയാറുണ്ട്, നിന്നെ പോലെ ബുദ്ധിയില്ലാത്തവരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. ഞങ്ങളുടെ വലയിൽ ഞങ്ങൾ കുടുക്കിയ ഒരു ഞണ്ടായിരുന്നു നീ. സോ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആ സിറ്റിക്ക് പുറത്തോട്ട് പോകുന്ന ആ ട്രെയിനിന് മുകളിലാണ് ടർബോ ഗ്രാനി ഇരിക്കുന്നത്. സിറ്റിക്ക് പുറത്ത് അവളെയും കാത്ത് നമ്മുടെ മുത്തശ്ശി നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കാമിഗോ സിറ്റിയിലോട്ട് ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു. സോ ട്രെയിനിന് മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ടർബോ ഗ്രാനിയെ പിടിച്ചു വെക്കുവാണ് അയാസെ. ഈ റേസിൽ വിജയിക്കാൻ പോകുന്നത് ഞാനാടി കള്ളക്കിളവി. പെട്ടെന്നാണ് ടർബോ ഗ്രാനി അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. അതോടൊപ്പം അവൾ ഇല്ലാതാക്കിയ ഒരുപാട് കുട്ടികൾ അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. ഇത് കണ്ട അയാസയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ ടർബോ ഗ്രാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ഏയ് മിസ് അയാസി, നമ്മളിപ്പോ എവിടെയാ? ആ ഞെണ്ടെവിടെ? ഇനി അത് വരില്ല എന്ന് അയാസയും പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ശരിക്കും വലിയ കാര്യമാണ് ചെയ്തത്. മരിച്ചുപോയ പെൺകുട്ടികളെ ഇവിടെയാണ് അടക്കിയിട്ടുള്ളത്. കുറച്ചുകൂടെ മനസാക്ഷിയില്ലാതെ അവരെ എല്ലാവരെയും കൊടൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. എല്ലാം നിന്റെ പ്രായമുള്ള പെൺകുട്ടികളാ. ദുഷ്ടശക്തിയായി മാറണമെന്നായിരിക്കും അവരുടെ തലയെഴുത്ത്. ഞങ്ങളെപ്പോലെയുള്ള സ്പിരിറ്റ് മീഡിയംസ് ഈ ടർബോ ഗ്രാനിയെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ ദുഷ്ടശക്തികളുണ്ടോ അവിടെയൊക്കെ ഇതുപോലുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും മരിക്കും. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാത്തതിന് കാരണം ആ ടർബോ ഗ്രാനി ആയിരുന്നു. ശരി, അത് വിട്ടേക്ക്. മരിച്ചുപോയവർ ഒരിക്കലും ജീവനോടെ ഇരിക്കുന്നവരെ ശല്യം ചെയ്യരുത്. നമുക്കും അതേ റൂള് തന്നെയാണുള്ളത്. മരിച്ചുപോയവരെ ഒരിക്കലും ശല്യം ചെയ്യരുത്. അവരുടെ അനുവാദമില്ലാതെ അവരിയ്ക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ചെന്നാൽ മരണമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെയെല്ലാം അവസാനിച്ച് തിരിച്ചവർ അവരുടെ വീട്ടിലോട്ട് വരുന്നു. ശരിയടാ, ടർബോ ഗ്രാനി മേടിച്ചു വെച്ച ആ ബനാന ഞാനൊന്ന് കാണട്ടെ. ഓ പിന്നെ, ചത്താലും ഞാൻ കാണിച്ചു തരില്ല എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് ഓക്കറൂൺ. അങ്ങനെ അന്ന് രാത്രി ഓക്കറൂൺ അവന്റെ വീട്ടിലോട്ട് പോകുന്നു. ഗുഡ് ബൈ മിസ് അയാസെ, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അവൻ ഗുഡ് ബൈ എന്നാണോ പറഞ്ഞേ? അപ്പൊ ഇനി തിരിച്ചു വരില്ലേ? ഇനി എനിക്ക് ഇവിടെ കാണാൻ സാധിക്കില്ലേ? ആ ഒരു ഫ്ലോയില് ഗുഡ് ബൈ എന്നും പറഞ്ഞു. ഹേ ഓക്കറൂൺ, ബൈ, നാളെ സ്കൂളിൽ വെച്ച് കാണാം. ഇത് കേട്ട് ഓക്കറൂണും സന്തോഷാവുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.